എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പൊളിച്ചെടുക്കൽ വീഡിയോ ആണ്. ഞാൻ ഈ വീഡിയോ ചെയ്യില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തൊരു വീഡിയോയുടെ താഴെ വന്നൊരു കമൻറ്റ്. രണ്ടാമത്തെ വീഡിയോ. ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോഴേക്കും അവൻ ഇൻസ്റ്റഗ്രാമിലായിരുന്നു എന്നെ വന്ന് പ്രൊവോക്ക് ചെയ്തത്. അടുത്ത ദിവസം രാവിലെ നോക്കിയപ്പോഴേക്കും ആ കമൻറ്റ് കാണുന്നില്ല. അക്കൗണ്ട് നോക്കിയപ്പോൾ അക്കൗണ്ടും കാണുന്നില്ല. ഞാൻ ഈ പറയുന്നത് വേറെ ആരെയും കുറിച്ചുമല്ല, മുഹമ്മദ് നൈസൽ. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. 2 വീഡിയോ ഞാൻ ഈ മുഹമ്മദ് നൈസലിനെ അഗൈൻസ്റ്റ് ചെയ്തു. അത് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരുപാട് പെൺകുട്ടികൾ. ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ കുറച്ചധികം പെൺകുട്ടികൾ നമ്മുടെ ഇൻബോക്സിൽ വന്നിട്ട് മെസ്സേജുകൾ അയച്ചു. ഇവൻ്റെ പറ്റിപ്പിനെക്കുറിച്ച് മെസ്സേജ് അയയ്ക്കുക, പ്രണയത്തിലാവുക, പൈസ മേടിക്കുക, ഇവരുടെ വീഡിയോകൾ മേടിക്കുക, ഫോട്ടോകൾ മേടിക്കുക, അതിനെ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഇത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഓരോ പെൺകുട്ടികളും പേടിച്ച് പിന്മാറുമ്പോൾ ഇവൻ അടുത്ത ആളിലേക്ക് പോകും. ഒരേ സമയം നിരവധി പെൺകുട്ടികളായിട്ട് ബന്ധം. അപ്പോൾ ഇങ്ങനെ ഒരു കഥ നമ്മൾ പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഇവൻ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് എഴുതിയിട്ടത്. നിങ്ങൾ ആരാണ് നിയമം കയ്യിലെടുക്കാൻ, നിങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇൻബോക്സിൽ വന്ന് മെസ്സേജ് അയച്ചു. ആ മെസ്സേജൊക്കെ വെച്ചിട്ടാണ് ഞാൻ രണ്ടാമത്തെ വീഡിയോ ചെയ്തത്. ഈ രണ്ടാമത്തെ വീഡിയോ ചെയ്തപ്പോഴേക്കും ഇൻസ്റ്റഗ്രാം ഇല്ലാത്തതുകൊണ്ട് യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നൊരു കമൻറ്റ് അയച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മൂന്നാമത്തെ വീഡിയോ ചെയ്തേക്കാം. കാരണം 1-2 പെൺകുട്ടികളല്ല എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് ബ്രോ അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ എന്നെ ചീറ്റ് ചെയ്തു. പക്ഷേ പല ആൾക്കാർക്കും അവരുടെ വോയിസ് പുറത്ത് പോകാൻ, കാരണം കുടുംബങ്ങളായിട്ട് ജീവിക്കുന്ന പിള്ളേരാണ്, കുടുംബങ്ങളിലേക്ക് പോകാൻ നിൽക്കുന്ന പിള്ളേരാണ്, കല്യാണമായി നിൽക്കുന്ന പിള്ളേരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി പുറത്തു വിടുക എന്ന് പറയുന്നത് പറ്റുന്ന കാര്യമല്ല. അതിലൊരു പെൺകുട്ടി അതിൻ്റെ കല്യാണം ആലോചിച്ച പയ്യനോട് ധൈര്യത്തോടെ ഈ കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ പേരിലാണ് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്ത വീഡിയോയ്ക്കകത്ത് ആ കുട്ടിയുടെ എക്സാക്ട് വോയിസ് വെച്ചത്. ഞാൻ ഈ കമൻറ്റ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അതോടൊപ്പം തന്നെ ഇവനെക്കുറിച്ച് മറ്റൊരു പെൺകുട്ടി പറയുന്ന കഥ. അന്ന് ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്ത്. ഇവൻ ഈ ചില്ലറ കണക്കായിട്ട് എന്തിനാണ് ആൾക്കാരുടെ നിന്ന് കാശ് മേടിക്കുന്നത്? അതായത് 5463, 6374, 10,034 ഇങ്ങനെ കുറേ കണക്കുകളാണ് ഇവൻ പെൺകുട്ടികളുടെ നിന്ന് മേടിക്കുന്ന കാശ്. ഇത് പല പെൺകുട്ടികളിൽ നിന്ന് മേടിക്കുന്നുണ്ട്, ഒരാളുടെ നിന്ന് സ്ഥിരമായിട്ട് മേടിച്ചിട്ടുണ്ട്, ചില എമൗണ്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്, നല്ല എമൗണ്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കഥകളാണ് ഈ മുഹമ്മദ് നൈസലിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നൈസലുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ വോയിസ് ആണ്. ആ പെൺകുട്ടിക്ക് പറയാനുള്ള കഥയാണ്. അതോടൊപ്പം തന്നെ ഇവൻ വാങ്ങിച്ച കാശിൻ്റെ കണക്ക് ഇതെല്ലാം കേൾക്കാനുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം വേദലക്ഷ്മിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ഓൺലൈനിൽ കൂടി ഫോട്ടോകൾ എത്രമാത്രം മിസ്യൂസ് ചെയ്യപ്പെടുന്നു, അത് എങ്ങനെ പോകുന്നു, ഏത് രീതിയിൽ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേദലക്ഷ്മി അവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ ഇത് വലിയൊരു വിഷയമാണ്. ഇന്നത്തെ കാലത്ത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഫോട്ടോകൾ ഇത്തരത്തിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അവരയച്ചു കൊടുക്കാതെയും പോകുന്നുണ്ട്, അയച്ചു കൊടുത്തിട്ട് പോകുന്നുണ്ട്, ഇവർ അടിച്ചു മാറ്റി എടുക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തും. മാക്സിമം ആൾക്കാരിലേക്ക് എത്തണം. കാരണം ഇനി ഒരു പെൺകുട്ടിയും ഇവന്മാരെ പോലുള്ള ആൾക്കാരുടെ ചതിയിൽപ്പെടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ആ കമൻറ്റ് ആദ്യം നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാം. കഷ്ടം, പണിയെടുത്ത് ജീവിക്കും ബ്രോ. ഇത്രയും കുറ്റം ചെയ്തെങ്കിൽ ഇത്രയും വർഷമായിട്ട് എന്താണ് എനിക്ക് കേസാകാത്തത്? ലോജിക്കുള്ള കാര്യം പറയും ആൻഡ് ജോലിക്ക് പോയി ജീവിക്കും ബ്രദർ. ഇതാണ് മുഹമ്മദ് നൈസൽ എനിക്കിട്ട കമൻറ്റ്. സ്റ്റൈൽഡ് ബൈ നൈസൽ, ഇതാണ് അവൻ്റെ അക്കൗണ്ടിൻ്റെ പേര്. ഞാൻ ആ അക്കൗണ്ട് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നീ പണ്ട് ചെയ്ത പണിയുടെ ഫലമാണ് നീ ഇന്ന് അനുഭവിക്കുന്നത്. ഓക്കെ, എൻ്റെ ജോലി എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ എന്ത് ചെയ്താൽ ജീവിക്കേണ്ടതെന്നും ജീവിക്കുന്നതെന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. രണ്ടാമതൊരു കമൻറ്റ്. ആ കമൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാറും കൊണ്ട് കടന്നു കളഞ്ഞ കള്ളനാണ് ഇവൻ. പിന്നെ വിളിച്ചിട്ട് ഇവൻ ഫോൺ എടുത്തിട്ടേ ഇല്ല. വിളിച്ച നമ്പർ ഫുൾ ഇവൻ ബ്ലോക്കാക്കി. ഇവനെ വിളിക്കാൻ ഓരോ പുതിയ സിമ്മ് എടുക്കേണ്ടി വരും. ഇതാണ് ഇവൻ ചെയ്യുന്ന അടുത്ത പരിപാടി. ഇവരെ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. പോലീസ് വിളിച്ചിട്ട് ഇവൻ ഫോൺ എടുത്തിട്ടില്ല. ഒരു പക്ഷേ പിന്നെ അവരെന്തുകൊണ്ട് ഫോളോ അപ്പ് ചെയ്തില്ല എന്ന് എനിക്ക് അറിയത്തില്ല. അതേക്കുറിച്ച് അവർ സംസാരിച്ചിട്ടില്ല. ഈ കമൻറ്റ് ബോക്സിൽ സംസാരിക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവർക്കാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അവർക്ക് ഇവൻ കൊടുത്ത മറുപടി, നിങ്ങളുടെ കാറാണോ അത്? ഇപ്പോൾ അറിഞ്ഞേ ഉള്ളൂ. ആണെങ്കിൽ കേസ് കൊടുത്തതായിരുന്നു. വായിൽ തോന്നിയത് പറയരുത്. എന്നിട്ട് ചിരിക്കുന്ന ഒരു സ്മൈലി. ഇവൻ എത്ര ഉണ്ടെന്ന് ചോദിക്കേണ്ടി വരും. ഈ വീഡിയോയുടെ തൊട്ട് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയുടെ താഴെ ഇവരുടെ തന്നെ കമൻറ്റ് വന്നിട്ടുണ്ട്. ഇവൻ ഇവരുടെ റിലേറ്റീവാണ്, ഇവരുടെ കാറും കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബന്ധുവായ ഒരാളുടെ കാർ അടിച്ചുകൊണ്ട് പോയിട്ട് അതുപോലും തിരിച്ചു കൊടുക്കാത്ത ഒരു മരവാഴയാണ് ഈ മുഹമ്മദ് നൈസൽ. ഓക്കെ, ഇനി നമുക്ക് നൈസലുടനെ കുറിച്ച്, നൈസലുടൻ്റെ ഒരു പഴയ സുഹൃത്ത് പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് കേൾക്കാം. ഞാനിത് വോയിസ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ആ കുട്ടി ഒരു മാരേജിലേക്ക് പോവുകയാണ്. നമ്മളൊരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ അതിൻ്റെ ലൈഫിനൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ആ വോയിസ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ട് ഇവന് കൊടുത്ത പൈസയുടെ കണക്കുകൾ കൂടി കാണിക്കുന്നുണ്ട്. അതും ഇവൻ തിരിച്ചു കൊടുത്ത പൈസയുടെ കണക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇനിയും കാശ് കൊടുക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. എടാ, ഉളുപ്പുണ്ടെങ്കിൽ, നിനക്ക് അല്പമെങ്കിലും നാണം ഉണ്ടെങ്കിൽ നീ ആ പൈസയെങ്കിലും തിരിച്ചു കൊടുക്കുക. നിനക്കത് ഇല്ലെന്നറിയാം, എന്നാലും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാര്യം ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നല്ല നീ കാശ് വാങ്ങിയിട്ടുള്ളത്. ഒരുപാട് പെൺകുട്ടികളുടെ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ നിൻ്റെ കയ്യിൽ കണക്ക് പോലും ഉണ്ടാവില്ല. കാര്യം നിനക്കത് നിസ്സാരമാണ്. ആ പെൺകുട്ടികൾ കഷ്ടപ്പെട്ട് നടക്കുന്ന കാശ് വിളിച്ച് ചോദിച്ച ഉടനെ അവരിട്ട് തരും, നിന്നോടുള്ള പ്രേമം മുത്തിട്ട്. ഒരുപാട് പേര് അവരെ വിലക്കിയിട്ടുണ്ട്. ഇവൻ കള്ളനാണ്, ഇവൻ ചതിയനാണെന്ന് വിലക്കിയിട്ടുണ്ട്. പക്ഷേ ദിവ്യപ്രണയം കാരണം അവർ നിന്നെ വിശ്വസിച്ചു. അവർ ആരെങ്കിലും പറയുന്ന കാര്യം പോലും നിന്നോടൊന്ന് പറയും, ഇന്നാൾ നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നീ അവരെ മാനിപ്പുലേറ്റ് ചെയ്യും. നിനക്ക് പക്കയായിട്ട്, നിനക്ക് നല്ല രീതിയിൽ ആൾക്കാരെ കൺവിൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നിൻ്റെ ഓരോ കമൻറ്റുകൾ കാണുമ്പം നീ ഇത്രയും നിഷ്കളങ്കനായിരുന്നു എന്ന് വേണമെങ്കിൽ തോന്നിപ്പോവും. അത്രയും നിഷ്കുവായിട്ടാണ് നീ സംസാരിക്കുന്നത്. അങ്ങനെയുള്ള നിനക്ക്
അതായത് കമന്റിലൂടെ അത്രയും നിനക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോണിൽ കൂടി അല്ലെങ്കിൽ നേരിട്ടൊക്കെ എങ്ങനെയായിരിക്കും? നമുക്ക് എന്തായാലും ഈ പെൺകുട്ടിക്ക് പറയാനുള്ള കാര്യം ഒന്ന് കേട്ട് നോക്കാം. എനിക്ക് ഇവനെ 2 കൊല്ലം മുന്നെയാണ് പരിചയം. ഞാൻ ഇവനെ ബമ്പിൾ ത്രൂ ആണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഇവൻ ഭയങ്കര ജെന്റിൽമാൻ കൈൻഡ് ഓഫ് ആണ്, സംസാരമൊക്കെ ഭയങ്കര ഡീസന്റ് ആണ് ആൻഡ് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇപ്പൊ ഞാനൊരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര വർക്ക് പ്രഷറും അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ഭയങ്കര കമ്പനിയായി, ഇവൻ ഇങ്ങോട്ട് കയറി സംസാരിക്കും, അങ്ങനെ ആയതാണ്. അപ്പം ഞാനും ഭയങ്കര കമ്പനിയായി. ലൈക്ക് നമുക്ക് ഭയങ്കര ഇമോഷണൽ ബാക്കപ്പ് തരുന്ന ഒരു കൈൻഡ് ഓഫ് ആളാണ്. അപ്പോൾ പുള്ളിയായിട്ട് ഞാൻ ഭയങ്കര കൂട്ടായി. അതിനുശേഷം ഇവന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. ലൈക്ക് ഹി വാസ് ഇൻ ലിവിംഗ് റിലേഷൻഷിപ്പ് ഒരു പുള്ളിക്കാരത്തിയായിട്ട്. അങ്ങനെ പുള്ളിക്കാരത്തിയായിട്ട് ബ്രേക്കപ്പ് ആയ കഥകളും സങ്കടങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ കൂടുതൽ ക്ലോസ് ആയത്. ഇവൻ ടാർഗറ്റ് ചെയ്യുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത് 1 ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾ, 2 ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടികൾ, 3 ഇമോഷണലി ഡൗൺ ആയിട്ട് നിൽക്കുന്ന പെൺകുട്ടികൾ. ഇത്തരം കാറ്റഗറി ആൾക്കാരെയാണ് ഇവൻ ഫോക്കസ് ചെയ്യുന്നത്. എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ള ഒട്ടുമുക്കാൽ പെൺകുട്ടികളും അങ്ങനെയുള്ള കുട്ടികളാണ്. അവരെല്ലാവരും പറഞ്ഞ കോമൺ ഒരു പോയിന്റ് അതാണ്, ഞാൻ ബ്രേക്കപ്പിലായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇമോഷണലി ഡൗൺ ആയിരുന്നു, ആ സമയത്താണ് ഇവൻ്റെ മെസ്സേജ് വരുന്നത്, ഇവൻ കോൺടാക്ട് ചെയ്യുന്നത്. സോ സ്വാഭാവികമായിട്ടും നമ്മളങ്ങ് വീണ് പോകും. ഇതാണ് എല്ലാവർക്കും പറയാനുള്ള ആദ്യത്തെ പോയിന്റ്. അപ്പോൾ ഇവൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇമോഷണലി ഡൗൺ ആയിട്ട് നിൽക്കുന്ന പെൺകുട്ടികൾ, ഇമോഷണലി അറ്റാച്ച്മെന്റ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പെൺകുട്ടികൾ. ഇതാണ് ഇവൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇതൊരു സിനിമാ കഥ പോലെയാണ് ശരിക്കും ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. ഓരോരുത്തരും പറയുന്ന കഥകൾ ഒരു സിനിമാ കഥ പോലെയാണ് കേട്ടുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ, ഇന്ദ്രജിത്ത് അഭിനയിച്ച ഒരു സിനിമയാണ്. അതിനകത്തൊരു ക്യാരക്ടറുണ്ട്, സ്ത്രീകളെ വളച്ചെടുത്ത് വേറൊരാൾക്ക് കൈമാറുന്ന ഒരു ക്യാരക്ടർ. നിഷാനാണ് ഈ പയ്യനായിട്ട് വരുന്നത്, ഈ വളച്ചെടുക്കാൻ വരുന്ന പയ്യനായിട്ട് വരുന്നത് നിഷാൻ ഈ സ്ത്രീകളെ വളച്ചെടുത്ത് വേറൊരാൾക്ക് കൈമാറുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഇവനെ ഫീൽ ചെയ്തത്. ഈ കഥ ഈ ഒരു കുട്ടികൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു മൂവിയുടെ സ്റ്റോറി ആയിട്ടാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. ഇവന്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാണ് ചില്ലറ കണക്കിന് കാശ് മേടിക്കുന്നതാണ് ഇവൻ അന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞത്. അത് എന്ത് ബിസിനസ് ആണെന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. ഹി വാസ് വർക്കിംഗ് ഇൻ ബജാജ്. പുള്ളി ബജാജിൽ എത്ര നാൾ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല. പുള്ളിക്കാരൻ ബജാജിൽ ഡെപ്യൂട്ടി മാനേജർ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഈ കളക്ഷൻ ഒക്കെ പോകത്തില്ലേ, അങ്ങനത്തെ വർക്കായിരുന്നു. അപ്പൊ ഈ ഇവൻ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ മെസ്സേജ് ചെയ്യണം ചില്ലറ കണക്ക് ബിസിനസിന്റെ സംഭവം. അത് വേറെ ഒന്നുമല്ല, ഇവൻ ഈ സങ്കടം എല്ലാവരോടും പറയും. അതായത് ഈ പിരിക്കാനായിട്ട് പോകുമ്പോൾ കാശ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവന് ശമ്പളം കിട്ടത്തില്ല. അപ്പൊ ഇവന് സാലറി കിട്ടാൻ വേണ്ടിയിട്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടാണ് ബജാജിൽ അടയ്ക്കുന്നത്. അതായത് ഞാൻ കൊടുത്തിട്ടുണ്ട്, വേറെ എല്ലാവരുടെ അടുത്തും സങ്കടം പറയും, ഇത്ര രൂപ അടയ്ക്കാനുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇവർ സങ്കടം പറയുമ്പോൾ നമ്മൾ കാശ് കൊടുക്കും. അങ്ങനെ ആണ് ഈ ചില്ലറ കണക്ക് വരുന്നത്. എല്ലാവർക്കും അതാണ്, ഇത്ര രൂപയാണ് വരുന്നത്. അത് ആദ്യത്തെ 2 വട്ടമൊക്കെ തിരിച്ചിട്ട് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ഇതുമില്ല, തിരിച്ചു തരുന്ന പരിപാടി ആണെന്ന് നിർത്തി. ഇതെനിക്ക് അവൻ തിരിച്ചു തന്ന സ്ക്രീൻഷോട്ട് മാത്രമേ ഞാൻ അയച്ചിട്ടുള്ളൂ. എനിക്ക് കുറെ കാശ് ഇങ്ങോട്ട് തരാനുണ്ട്, ലൈക്ക് ബാക്കി ഉള്ളതൊന്നും തന്നിട്ടില്ല. മനസ്സിലായല്ലോ, ഇവരൊരു കളക്ഷൻ ഏജന്റ് ആയിരുന്നു. അപ്പൊ അവിടെ ഇവന് കയ്യിൽ നിന്നിട്ട് അടയ്ക്കാൻ പറ്റാത്ത എമൗണ്ട് വരുമ്പോൾ ഈ പെൺകുട്ടികളെ വിളിച്ചിട്ട് എന്ത് ചെയ്യും, കാശ് ചോദിക്കും, സങ്കടം പറയും. അവരവരുടെ കയ്യിലുള്ള കാശെടുത്ത് കൊടുക്കും. തിരിച്ചു കൊടുത്തതുകൊണ്ട് തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് തിരിച്ചു കൊടുത്ത എമൗണ്ടാണ് ഈ കാണിച്ചത്. എന്നാൽ എൻ്റെ കഴിഞ്ഞ വീഡിയോ കാണിച്ചത് മറ്റൊരാളുടെ. അപ്പോൾ എത്രത്തോളം ഇവൻ പെൺകുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരിൽ നിന്നും പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അവരുടെ ഫോട്ടോകൾ, ഞാൻ ഇതിനകത്ത് അത്തരം ഫോട്ടോകളൊന്നും വയ്ക്കുന്നില്ല, കുറേയധികം ഫോട്ടോകൾ വന്നിട്ടുണ്ട്. ഇവനായിട്ട് ഒരുമിച്ചുള്ള പെൺകുട്ടികൾ, ആ പെൺകുട്ടികളുടെ മറ്റ് ലെവലിലുള്ള ഫോട്ടോസ്, ഇതെല്ലാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ഒരുത്തൻ എത്രത്തോളം പെൺകുട്ടികളാണ് ഇത്തരത്തിൽ ചൂഷണം ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു അഡ്വക്കേറ്റ്, ഈ പെൺകുട്ടി ഇവൻ്റെ എക്സ് വൈഫിൻ്റെ കേസ് ഹാൻഡിൽ ചെയ്യുന്ന അഡ്വക്കേറ്റിനോട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ അഡ്വക്കേറ്റ് പോലും ഈ പെൺകുട്ടിക്ക് പറയുന്ന കേൾക്കാൻ തയ്യാറായിട്ടില്ല. ഇവൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അഡ്വക്കേറ്റാണ്, അയാൾ പോലും ഈ പെൺകുട്ടിക്ക് പറയാനുള്ള കേൾക്കാൻ തയ്യാറായിട്ടില്ല. അതാ കുട്ടി പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. എനിക്ക് നല്ല പണി തന്നിട്ടാണ് ആശം പോയത് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അതിന് ഇറങ്ങി ഓടുമായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ബ്രേക്കപ്പ് പറഞ്ഞു ഒരു സിറ്റുവേഷനിൽ. കാര്യം ഇവൻ ഇങ്ങനെ പറ്റിപ്പാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു 5-6 പെൺപിള്ളേർ ഞങ്ങൾ എല്ലാവരും ഇവനെ വളഞ്ഞിട്ട് പിടിച്ചു. ലൈക്ക് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞു കഴിഞ്ഞിട്ട് ഓക്കെ ഇവന് പണി കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ നിന്നു. പക്ഷേ അപ്പോഴത്തേക്ക് എൻ്റെ കൊളീഗ്സും എല്ലാവരും പറഞ്ഞു വേണ്ട, ഇതിൻ്റെ പുറകെ പോകണ്ട. 2 യങ് ദാ ടൈം, 2 വർഷം മുന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിൽക്കണ്ടാകരുത്, എൻ്റെ ഒരു ഇതും കൂടെ കളയണ്ട, പോലീസ് കേസ് കൊടുത്തു കഴിഞ്ഞാലും അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിന് ബാക്ക് ഔട്ട് ചെയ്തത്. പക്ഷേ ജുവലിൻ്റെ അഡ്വക്കേറ്റിനെയൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്താൽ പുള്ളി എന്നെ അങ്ങ് പുച്ഛിച്ച് കളഞ്ഞു. പുള്ളിക്ക് ഞാൻ ഒരു ഓഡിയോ അയച്ചു കൊടുത്തായിരുന്നു ഇതെല്ലാം കൺഫസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ നിലവിലതില്ല, പുള്ളിയുടെ കയ്യിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ പുള്ളി പറഞ്ഞു പുള്ളി വക്കീലാണ്, പുള്ളിക്ക് ചെയ്യാൻ അറിയാമെന്നൊക്കെ പുള്ളി പറഞ്ഞിട്ട് പുള്ളി എന്നെ അങ്ങ് പുച്ഛിച്ചു. അത് ഒരു പെൺകുട്ടിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ പോലും അയാൾ തയ്യാറായില്ല. ആ അഡ്വക്കേറ്റ് ഇയാൾക്ക് എവിടുത്തെ അഡ്വക്കേറ്റ് ആണെന്നോ, ഇവൻ ഇങ്ങനെ ഒരുത്തനാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകളുമായിട്ട് ഈ പെൺകുട്ടി ആ അഡ്വക്കേറ്റിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അയാൾ പുച്ഛിച്ചങ്ങ് വിട്ടുവന്നു. അയാൾക്ക് എന്താ വേണ്ടത് അയാൾക്ക് അറിയാമെന്ന്. ഒരു പക്ഷേ ഈ പെൺകുട്ടിക്ക് പറയാനുള്ള കേൾക്കാൻ അയാൾ തയ്യാറായിരുന്നെങ്കിൽ ഇവനെ അവിടെ തന്നെ ലോക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്തുകൊണ്ട് അയാൾ കേട്ടില്ല? അപ്പോൾ നിയമം, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിയമം നടപ്പിലാക്കേണ്ട, നിയമം പാലിക്കേണ്ടവർ അല്ലെങ്കിൽ നിയമത്തിന് വേണ്ടി സംസാരിക്കേണ്ട ആൾക്കാർ പോലും പലപ്പോഴും നമ്മളെ കേൾക്കാൻ തയ്യാറാവാതെ വരും. അപ്പോഴാണ് ശരിക്കും വിഷമം തോന്നുന്നത്. ഇതൊന്നും വേണ്ട, പണ്ടാറ് നിർത്തിപ്പോകാൻ തോന്നുന്നത് അപ്പോഴാണ്. പലപ്പോഴും തോന്നിയിട്ടുമുണ്ട്. ബാക്കി കേൾക്കാം. സാധനങ്ങളാണ് ഇവന്റെ ലൈഫില് എന്നുവെച്ചാൽ ഇഷ്ടം പോലെ പെൺപിള്ളേരാണ്. എന്നെ ഇവൻ ബ്രേക്കപ്പ് ആവാണ്ട് ഇവന്റെ റിലേഷൻഷിപ്പിൽ നിർത്താനായിട്ട് ഇവൻ ഭയങ്കരമായിട്ട് ബെഗ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇവന്റെ കാശ് വേണമായിരുന്നു. ഇവനെ ഫിനാൻഷ്യലി ഒരിടയ്ക്ക് ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ഫുള്ള് ഞാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് there was another girl, എന്നെയും പുള്ളിക്കാരത്തിനെയും കൂടെ വീഡിയോ കോളിൽ വെച്ചിട്ട് ഇവൻ
വരെ നോക്കിയിട്ട് എൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ ഇരിപ്പുണ്ട്. ഞാൻ അത് കുറേ പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ. ആ ടൈമിൽ തന്നെ അത് കുറേ പേർക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവൻ ഇതെല്ലാം കൺഫസ് ചെയ്യുന്ന ഒരു ഓഡിയോ എൻ്റെ ഉണ്ട്. ഞാനത് ജ്വല്ലറി അഡ്വക്കേറ്റിന് അയച്ചു കൊടുത്തതാണ്. പിന്നെ അതങ്ങ് വിട്ടു. അതേപോലെ ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഞങ്ങൾ അന്നെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് ഇത് എന്താ ഇതിനെന്തെങ്കിലും ലോക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയൊരു ടീം. എന്നിട്ട് അതിൻ്റെ 5 വയസ്സും ചോദിച്ച് വിളിച്ചത് എന്നെ. ഞാൻ എന്തോ ഇവൻ്റെ ഏറ്റമാണോ എന്നൊക്കെ എനിക്കിടയ്ക്ക് തോന്നിയായിരുന്നു. അതിനുശേഷം ഞാൻ ഇത് എനിക്ക് പറ്റത്തില്ല, ഞാൻ നിർത്താണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മുന്നേ തന്നെ നിർത്താണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇവൻ സൂയിസൈഡ് ചെയ്യലും ബ്രെയിൻ വാഷിംഗ് അങ്ങനത്തെ ഭയങ്കര മാനിപ്പുലേറ്റർ ആണ്. ഇവൻ ഭയങ്കര കൺവിൻസ് ചെയ്യാൻ അറിയാം. ആരെയും ഇവൻ കൺവിൻസ് ചെയ്യും. അങ്ങനെ എനിക്ക് അതിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല. പിന്നീട് ഒരു പെൺകുട്ടി വന്ന് ഞാൻ വളരെ മോശപ്പെട്ട ഒരു പെണ്ണാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ ചീത്തകൾ വിളിച്ച് ഞാൻ അവളെ വിളിച്ച് സംസാരിച്ചു. നമ്മൾ ഒന്നിച്ച് നിന്നാൽ ഞാൻ ലോക്ക് ചെയ്യാൻ പറ്റുന്നു ഞാൻ അവളോട് പറഞ്ഞു. ആ കുട്ടി ഞാൻ ഇതൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം അവൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അവൻ്റെ അടുത്ത് ഭയങ്കര ദിവ്യപ്രയമായിരുന്നു ആ പെൺകുട്ടിക്ക്. അത് അവൾ പറഞ്ഞപ്പോഴേക്കും ഞാൻ ഇവൻ അഗേൻസ്റ്റ് ആണെന്ന് ഇവന് മനസ്സിലായി. അവൻ എന്നെ കുറേ ചീത്ത വിളിച്ചു. എൻ്റെ എല്ലാത്തിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. ചാറ്റ് ഇപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവൻ എന്നെ ചീത്ത വിളിച്ചു. ആ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ അവനെ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി ഓടി. അപ്പോൾ മോനെ നൈസിലെ ഈ ചാറ്റുകൾ കാര്യങ്ങളൊക്കെ ഞാനും കണ്ടതാണ്. സോ ഇനിയും നീ ചൊറിയാൻ വരികയാണെങ്കിൽ എനിക്ക് അതും കൂടി എടുത്തങ്ങോട്ട് ഇടേണ്ടി വരും. അതുകൊണ്ട് നീ അടങ്ങിയിരുന്നാൽ നിനക്ക് നല്ലത്. ഇനി മേലാൽ നീ ഒരു പെൺകുട്ടിയുടെയും ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കാതിരുന്നാൽ നിനക്ക് നല്ലത്. ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഈ പെൺകുട്ടികളൊന്നും പുറത്തേക്ക് വരാത്തത് അവർക്ക് ഓരോ കുടുംബങ്ങളുള്ള ആൾക്കാരാണ്. ഈ കുടുംബങ്ങൾക്ക് വേണ്ടിയെങ്കിലും അവരുടെ മാനം സംരക്ഷിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പുറത്തേക്ക് വന്ന് ഒരു കംപ്ലയിൻ്റ് എന്ന ലെവലിലേക്ക് പോകാത്തത്. കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാലും അവരുടെ ഫാമിലി പുറകോട്ട് വലിക്കുകയാണ്. അതുകൊണ്ട് നീ ഒരുപാട് നെഗളിക്കരുത്. നിനക്കുള്ള പണി ഏതെങ്കിലും വഴി കൂടെ വരും. എനിവേ ഞാൻ തൽക്കാലം ഇതോടെ നിർത്തുകയാണ്. ഇനി ബാക്കി ഏകദേശം ഈ ഒരു വീഡിയോ തന്നെ ഇനി ഒരു 6 മിനിറ്റോളം ബാക്കിയുണ്ട്. ഞാൻ തൽക്കാലം അത് പെൻഡിങ്ങിൽ വെക്കുകയാണ്. ഇവൻ ഇനിയും വാല് വെക്കുകയാണെങ്കിൽ, ഇനിയും നീ കമൻറ്റ് ബോക്സിൽ വന്ന് മെഴുകുകയാണെങ്കിൽ, ഇനിയും നീ നിൻ്റെ അഹങ്കാരം കാണിക്കുകയാണെങ്കിൽ എനിക്ക് ബാക്കി എല്ലാം കൂടെ വലിച്ചു വരേണ്ടി വരും. എന്നെ കൂടെ നീ അത് ചെയ്യിപ്പിക്കരുത്. ഓക്കെ, നമുക്ക് നേരെ വേദലക്ഷ്മിയിലേക്ക് പോകാം. വേദലക്ഷ്മിക്ക് ഓൺലൈൻ വഴിയുള്ള ഫോട്ടോ മിസ്യൂസിങ്ങിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. വളരെ സീരിയസ് ആയ കാര്യമാണ്. വേദലക്ഷ്മിയുടെ വീഡിയോ നമ്മൾ കണ്ടതായിരിക്കും. എന്നാലും ഞാനതൊന്ന് പ്ലേ ചെയ്യാം. കേരളത്തിൽ ഒരു മാർക്കറ്റ് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? മോഡലിംഗിന്റെ മറവിൽ വിദേശത്തേക്ക് കടത്തി മൃഗീയമായി മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു വിഭാഗം സ്ത്രീകൾ പണം സമ്പാദിക്കാനായി ഇന്ന് തിരഞ്ഞെടുക്കുന്ന വഴികൾ നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറം ഭീകരമാണ്. ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അല്ലാതെ തന്നെ ഈ ഇടയ്ക്ക് ഞാൻ കേട്ടു ഒരു യൂട്യൂബർ, ഞാൻ ആരാണെന്ന് തൽക്കാലം പേര് പറയുന്നില്ല, ഒരു യൂട്യൂബർ അവർക്ക് കാശ് കൊടുത്താൽ അവരവരുടെ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കും ത്രൂ വാട്സാപ്പ്. ഫുൾ വീഡിയോ അയച്ചു കൊടുക്കും. അങ്ങനെ പോലും ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഉള്ളത്. ഈ വീഡിയോ എവിടെയൊക്കെ സർക്കുലേറ്റ് ചെയ്യും? ഈ കിട്ടുന്നവൻ അത് ആർക്കൊക്കെ അയച്ചു കൊടുക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് പറയുന്നത് എന്താ? എൻ്റെ മക്കളെ വളർത്താനല്ലേ. 4-5 മക്കളെ ഉണ്ടാക്കിയിടുമ്പോൾ ഓർക്കണം ഇവരെ വളർത്താനുള്ള വകുപ്പൂടി വേണമെന്നുള്ളത്. നാളെ ആ പിള്ളേർ പുറത്തിറങ്ങി നടക്കേണ്ടവരാണ്. അവർക്ക് അന്തസ്സോടെ തലവരുത്തി നടക്കണമെങ്കിൽ നീയൊക്കെ കാണിക്കുന്ന പേക്കൂത്ത് നിർത്തിയാലേ പറ്റുള്ളൂ. ഞാനിപ്പോൾ പറയുന്നത് രേണുവിനെ കുറിച്ചല്ല. എന്നാൽ രേണുവും അതിലൊരു ഭാഗമാണ്. ഇതുപോലെ തന്നെയാണ് അവരും ജീവിക്കുന്നത്, ശരീരഭാഗം കാണിച്ചുകൊണ്ട്. ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിലൂടെ ഇത്തരത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ എല്ലാം തുടച്ചു മാറ്റി തന്നെ വേണം. അത്തരം പരിപാടികൾ ചെയ്യാൻ സമ്മതിക്കരുത്. അതിന് ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഇവരെയൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണുമ്പോൾ, പബ്ലിക്കായിട്ട് കാണുമ്പോൾ മുഖത്ത് നോക്കി ചോദിക്കണം, നീ എന്താണ് ഈ കാണിക്കണമെന്ന്. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൊല്ലത്ത് നമ്മുടെ അബിയുടെ വൈഫിൻ്റെ വളകാപ്പിന് വേണ്ടി ഇവർ പോയിട്ടുണ്ടായിരുന്നു. രേണു പോയിട്ടുണ്ടായിരുന്നു. എത്ര പേര് അവരുടെ മുഖത്തേക്ക് ചോദിച്ചു? അവിടെ വളകാപ്പിന് പോയി എത്ര പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും? നിങ്ങൾ ഒരാൾ ചോദിച്ചോ നീ എന്ത് പേക്കൂത്ത കാണിക്കുന്നതെന്ന്? ചോദിക്കില്ല. എന്തുകൊണ്ടാ? തോന്നിവാസം കാണിക്കുന്നവരുടെ മുഖത്തേക്ക് ചോദിക്കാനുള്ള ആർജവം ഉണ്ടാവണം. ബാക്കിയൊക്കെ ഇത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്നത് നമ്മുടെ യങ് ജനറേഷനെ തന്നെയാണ്. ബിംഗി, വൈബ്ലി, ടാങ്കോ, ഡേറ്റിംഗ് ആപ്സ്, ഈവൻ ബോട്ടിംഗ്, സ്നാക്ക് കോളിംഗ് പോലെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് വഴി തന്നെ കേരളം ഇന്നൊരു ഡീപ് വെബ് ഹബായി മാറിക്കഴിഞ്ഞു. ഞാൻ കണ്ടെത്തിയ കേരളത്തിലെ ടെലിഗ്രാം മാഫിയ എങ്ങനെയാണ് സ്ത്രീകളെയും യുവതലമുറയും ചൂഷണം ചെയ്ത് വിൽപ്പന ചരക്കാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ക്ലൗഡ് ഡെമോ മോഡൽസ്. മൗത്ത് പബ്ലിസിറ്റി വഴി മാത്രം മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഈ ചാനൽ ഒരു ഫ്രീ ആക്സസ് ചാനലാണ്. പക്ഷേ അക്കൗണ്ട് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ പ്രൊഫൈൽ വെരിഫൈ ചെയ്തിട്ട് അഡ്മിൻസ് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തു. മലയാളികളായ 100 കൂടുതൽ സെലിബ്രിറ്റീസ്, മോഡൽസ്, ബ്ലോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ക്രിയേറ്റേഴ്സ്, എക്സ്-ബ്യൂട്ടി കോണ്ടസ്റ്റന്റ് എന്നിവരുടെ അർത്ഥനഗ്നമായ 1000-ൽ കൂടുതൽ ഫോട്ടോസും 600-ൽ പരം ഷെയർ ചെയ്യപ്പെട്ട ഈ ചാനലിൽ 1700-ൽ കൂടുതൽ മെമ്പേഴ്സ് ആണ് നിലവിലുള്ളത്. ഈ ചാനൽ വഴിയാണ് ഇവരുടെ പെയ്ഡ് ചാനലിന്റെ പ്രൊമോഷൻസും മാർക്കറ്റിംഗും നടക്കുന്നത്. അടുത്തത് എക്സാമ്പിൾ, ഇപ്പോൾ ഇവർ പറയുന്നത് മറ്റൊരു സൈറ്റിനെ കുറിച്ചാണ്, ടെലഗ്രാം സൈറ്റിനെ കുറിച്ചാണ്. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ ഈ പരിപാടി നടക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഇവരെന്താ ചെയ്യുന്നത്? ഇവരുടെ ഹാഫ് ന്യൂഡായിട്ടുള്ള പല ആൾക്കാരും ഹാഫ് ന്യൂഡായിട്ടുള്ള ഫോട്ടോകൾ അല്ലെങ്കിൽ വീഡിയോകൾ അവർ തന്നെ വന്നിരുന്നിട്ട് അവിടെ കാണിച്ച് ഇവിടെ കാണിച്ച് ഷെയർ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? അവിടേക്ക് വരാൻ വേണ്ടി, സബ്സ്ക്രിപ്ഷനിലേക്ക് വരാൻ വേണ്ടി. ഈ അപർണ എന്ന് പറഞ്ഞ പെൺകുട്ടി മുഖമൊക്കെ മാസ്ക് ചെയ്തിട്ട് വന്നിട്ട് ചില വീഡിയോകൾ ആ കുട്ടി ചെയ്യുന്നത് അങ്ങനെയാണ്. ചില വീഡിയോയിലെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയും ചെയ്യുന്നത് അങ്ങനെയാണ്. എന്താ ചെയ്യുന്നത്? എനിക്കത് പറയാൻ പോലും അറപ്പാണ്. ആ വീഡിയോയിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് അതിൻ്റെ എൻഡ് ക്ലൈമാക്സ് കാണണമെങ്കിൽ നിങ്ങൾ അവിടെ വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇത് ഇൻസ്റ്റഗ്രാമിലും നടക്കുന്നുണ്ട്, ടെലഗ്രാമിലും നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്ന പല വീഡിയോകളും ടെലഗ്രാം ചാനലുകളിൽ കൂടി 1000-ങ്ങളും 10,000-ങ്ങളും രൂപയ്ക്ക് വിറ്റഴിച്ചു പോവുകയാണ്. ഈ സ്ത്രീകളെന്ന് അറിയുന്നില്ല. അതിൻ്റെ ഓരോ ഘട്ടമായിട്ടാണ് ലക്ഷ്മി ഇതിൽ പറയുന്നത്. ബാക്കി കേൾക്കാം. റോയൽ ആക്സസ്. ഇത് ഈ മാഫിയയുടെ ഫസ്റ്റ് പെയ്ഡ് എൻട്രി ലെവൽ ചാനലാണ്. മുമ്പ് ഞാൻ പറഞ്ഞ 100ഓളം സെലിബ്രിറ്റീസുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫുൾ ലെങ്ത് എക്സ്ക്ലൂസീവ് കോണ്ടന്റ് ഉള്ള ഒരു ചാനലാണിത്.
8,000-ഓളം ഫോട്ടോസും 3,000-ഓളം വീഡിയോസും ഉള്ള ഈ ചാനലിന്റെ ജോയിനിങ് റേറ്റ് 499 രൂപയാണ്. 350-ൽ കൂടുതൽ ആളുകൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പ്രൈം ആക്സസ്. 350-ഓളം മെമ്പേഴ്സ് ഉള്ള ഈ ചാനലിന്റെ ജോയിനിങ് ഫീ 499 രൂപയാണ്. നമ്മുടെ നാട് ഒരു ആയി മാറി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കോണ്ടന്റ്സ് ആണ് ഇതിനകത്തുള്ളത്. അതായത് 100%. അടുത്തത് ഏർലി ആക്സസ്. ഈ ടെലിഗ്രാം മാഫിയ കോൾ ഔട്ട് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കുന്നത് ഇതിനകത്തെ കോണ്ടന്റ്സ് കാണുമ്പോഴത്തേക്കുമായിരുന്നു. കാരണം ഇതിലുള്ളത് സാധാരണക്കാരായ സ്ത്രീകളുടെ 12,000-ഓളം ഫോട്ടോസും 4,000-ഓളം വീഡിയോസും ആണ്. അതും അവരുടെ ഫോണിന്റെ ഗാലറിയിൽ നിന്നൊക്കെ ഡയറക്ട്ലി ലീക്ക് ചെയ്ത ടൈപ്പ് ഫോട്ടോസ്. എനിക്ക് 100% ഉറപ്പാണ് ഇത് അവരെവിടെയും പോസ്റ്റ് ചെയ്തതോ അല്ലാതെ സർക്കുലേറ്റ് ചെയ്തതോ അല്ല. ആരോ അവരുടെ ഫോണിന്റെ ഗാലറിയിൽ നിന്ന് തന്നെ ലീക്ക് ചെയ്തിരിക്കുന്ന. ഇത് കണ്ടിട്ട് ആ ഒരു മൊമെന്റ് എനിക്ക് തന്നെ നമ്മുടെ ഫോണൊക്കെ തന്നെ സുരക്ഷിതമാണെന്നുള്ളത് ആലോചിച്ചിട്ട് പേടി വന്നൊരു മൊമെന്റ് ആയിരുന്നു അത്. പാട്രിയോട്ട് സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ലക്ഷ്മി പറയുന്ന ഈ ഒരു പോയിന്റ്. പാട്രിയോട്ട് കണ്ട എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. അതിനകത്തും കാണിക്കുന്നത് ഇത്തരം പരിപാടികൾ തന്നെയാണ്. നമ്മുടെ ഫോണിന്റെ ആക്സസ് ദൂരെ എവിടെ ഇരിക്കുന്ന ഒരുത്തന് എടുക്കാൻ പറ്റുന്ന രീതി, അതിനെക്കുറിച്ചൊക്കെയാണ് പാട്രിയോട്ട് സിനിമ പറയുന്നത്. ഫോണിലുള്ള ഗാലറിയിലുള്ള ഫോട്ടോസ് ഇവർ അയച്ചു കൊടുത്തതല്ല, ഇവരാരെയും കാണിച്ചതായിരിക്കില്ല. പക്ഷേ വേറൊരാൾക്ക് അത് കിട്ടുന്നു. നമ്മുടെ കയ്യിലുള്ള ഫോൺ പോലും എന്തല്ല, സേഫ് അല്ല. ആ സ്ഥാനത്താണ് ഞാൻ എന്നെത്തന്നെ കാണിച്ചതാണെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും അങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത് കാശിന് വേണ്ടി. കുറച്ച് നാൾ കഴിയുമ്പോൾ കേൾക്കാം ഓരോന്നും ഇങ്ങനെ ഹാങ് ചെയ്യുന്നു പറഞ്ഞിട്ട്. അടുത്തതായി ഏർലി കോർ ആക്സസ്. ഈ ചാനലിന്റെ അഡ്മിൻ തന്നെ പറയുന്നുണ്ട് ഇതിലുള്ള ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഒരു കാരണവശാലും പുറത്തു പോകരുതെന്ന്. അഥവാ അങ്ങനെ പോയാൽ തന്നെ പോസ്റ്റ് ചെയ്ത അഡ്മിനും കാണുന്ന മെമ്പേഴ്സിനും പ്രശ്നമാകും എന്ന്. നമ്മൾ സാധാരണ കാണുന്ന ഡേറ്റിംഗ് ആപ്പ് വഴി സ്ത്രീകളെ നിർബന്ധിച്ച് ചൂഷണം ചെയ്ത് സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയതാണ് ഇതിൽ ഷെയർ ചെയ്യപ്പെടുന്നത്. ഇത് കാണുന്ന എല്ലാവരോടുമുള്ള എൻ്റെ ഹംബിൾ റിക്വസ്റ്റ് ആണിത്. നിങ്ങൾ ഈ വീഡിയോ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ സാറിന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇതുപോലുള്ള മാഫിയകളും ഇത്തരം കോണ്ടന്റ്സ് ചെയ്യുന്ന ആളുകളെ ഇനി നമ്മൾ വളരാൻ അനുവദിച്ചുകൂടാ. ഉറപ്പായും ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം. ഓൺലൈൻ വഴി ഇത്തരം പരിപാടികൾ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇവരെ കോൾ ഔട്ട് ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാര്യം ഒരുപാട് സാധാരണക്കാർ, ഇതൊന്നും അറിയാതെ ഒന്നും അറിയാത്ത സാധാരണക്കാരുടെ ആൾക്കാരാണ് ഇതിൽ കൂടുതലും പെട്ടുപോകുന്നത്. പിന്നെ തുണി അഴിക്കാൻ വേണ്ടി നടക്കുന്ന ടീമുകൾക്ക് അത് എന്തായാലും കുഴപ്പമില്ല. അവരുടെ വീഡിയോ പോയാലെന്താ, അവരുടെ ഫോട്ടോ പോയാലെന്താ, അവർ വേണമെങ്കിൽ നേരിട്ട് വേണമെങ്കിൽ പോകും. അതൊന്നും അവർക്കൊരു വിഷയമുള്ള കാര്യമില്ല. പക്ഷേ അന്നത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് പാവപ്പെട്ട സ്ത്രീകളുണ്ട്. അവരുടെ മാനമാണ് ഇവിടെ വിറ്റഴിയുന്നത്. അതിനെതിരെയാണ് നമുക്ക് സംസാരിക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ പല ആൾക്കാരും കമന്റ് ബോക്സ് വന്ന് പറയുന്നത് ഇവരെ ഒതുക്കണം, ഇവരിത് നടപ്പിലാക്കാൻ പറ്റില്ല, എന്തെങ്കിലും ചെയ്യൂ. ഞങ്ങളല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും. നിനക്ക് ചെയ്യാൻ പറ്റും പറയുന്നതിലുപരി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. നിങ്ങളുടെ അടുത്തുള്ള ഓരോ അധികാരികളുടെ അടുത്തും ഈ വിഷയം അവതരിപ്പിക്കുക, എത്തിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കറിയുന്ന ഒരാളോട് ഞാൻ കാര്യം സംസാരിച്ചപ്പോൾ പറയുക, അവരോടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. എനിക്കറിയുന്ന ഒരാളാണ്. എന്നോട് പറഞ്ഞ മറുപടി, ഇത് സെൻസിറ്റീവ് ഇഷ്യൂ ആണ്, ഒന്ന് നോക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് സെൻസിറ്റീവ് ഇഷ്യൂ ആണ്? ഈ ഒരു കാര്യം, ഒരു അവയർനെസ് വീഡിയോ ചെയ്യാൻ എന്താണ് പ്രശ്നം? നിങ്ങൾ ഓരോരുത്തരും മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ഈ പരിപാടി, സബ്സ്ക്രിപ്ഷൻ്റെ പരിപാടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികളായിക്കോട്ടെ, നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഓരോരുത്തരും വിചാരിച്ചാൽ മതി. അല്ലാണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല ഇത്, ഓരോ ജനങ്ങളുടെയും. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും മക്കളുടെ ഭാവി നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ ചിലപ്പോൾ കുറച്ച് ഇമോഷണലായിട്ട് സംസാരിച്ചിട്ടുണ്ടാവാം. അത് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.